വിഭാഗീയതയെ തുടർന്ന് സിപിഐ പത്തനംതിട്ട റാന്നി മണ്ഡല സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനായില്ല. മത്സരം ഉറപ്പായ ഘട്ടത്തിലാണ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയത്. ഒരു മാസത്തിന് ശേഷം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗത്തിൽ അറിയിച്ചു. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ജില്ലാതലത്തിലടക്കം പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് CPI-യിൽ. റാന്നിയിൽ ആരൊക്കെയാണ് മത്സരത്തിനൊരുങ്ങിയത്? അതായത് ഗോകുൽ, ഏറെ നാളായി പത്തനംതിട്ടയിലെ CPI-യിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിഭാഗീയതയുടെ തുടർച്ചയാണ് ഇന്ന് റാന്നിയിൽ ഉണ്ടായത്. ഈ വിഭാഗീയതയെ തുടർന്ന് ഇന്ന് എന്തായാലും ഈ മണ്ഡലം സെക്രട്ടറി ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കാനായില്ല. മത്സരം ഉറപ്പായൊരു ഘട്ടത്തിലാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും യോഗം പിന്മാറിയത്. ഒരു മാസത്തിന് ശേഷം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗത്തെ അറിയിച്ചു. നിലവിൽ എന്തായാലും 25-അംഗ കമ്മിറ്റി യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. സെക്രട്ടറിയെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ചെത്തിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഒരു മാസത്തിന് ശേഷം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാമെന്നൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് യോഗം അവസാനിപ്പിച്ചത്. എന്തായാലും 25-അംഗ കമ്മിറ്റിയെ യോഗം എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ റാന്നി പ്രദേശത്തുൾപ്പെടെ വലിയ തോതിലുള്ള വിഭാഗീയത CPI-യിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇന്നെന്തായാലും ഉണ്ടായത്. കൂടുതൽ ആളുകൾ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക്, മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനെ തുടർന്നാണ് സെക്രട്ടറിയെ തീരുമാനിക്കാതെ യോഗം പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗോകുൽ, വിഭാഗീയത, പാർട്ടിയുടെ പ്രാദേശികമായ വിഭാഗീയ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത്. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. CPI പത്തനംതിട്ടയിലെ റാന്നി മണ്ഡല സമ്മേളനത്തിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനാവാത്ത തരത്തിൽ വിഭാഗീയത രൂക്ഷമായത്. തെരഞ്ഞെടുപ്പിലേക്ക്, മത്സരത്തിലേക്ക് പോവാതെയാണ് സമ്മേളനം അവസാനിപ്പിച്ചത്.